നമസ്കാരം. ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴും കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയ കുറേ ആൾക്കാർ വന്നിട്ട് കാണിക്കുന്ന കുറച്ച് മണ്ടത്തര ഡ്രാമകളും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ, അതായത് ഏത് തരത്തിലുള്ളവരാണ് ഇവർ എന്നുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ പറയാതെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും വന്നിട്ട് ഒരു മാങ്ങാത്തൊലിയുമാക്കാനില്ല. ഇവിടെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ വിഷമിച്ച് അസൂയപ്പെട്ട് പോയിരിക്കുന്ന കുറേ എണ്ണം വന്നിട്ട് ഇപ്പോൾ പറയുകയാണ്, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ. കൃത്യമായി പറഞ്ഞാൽ മുൻഷിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ ഒരു ഗെയിമും ഇല്ലാതെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒന്നുമില്ലാതെ ഒന്നും കളിക്കാതെ ഒരാഴ്ച കൊണ്ട് തന്നെ ഔട്ടായ ഒരു വ്യക്തിയാണ് ഈ മുൻഷി എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വിഷമവും കാര്യങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു വേദിയിൽ വന്നിട്ട് തുറന്നു പറയാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ആ മനുഷ്യൻ ഒന്നും പറയാത്തത്. അയാൾ ആദ്യം തന്നെ വന്ന് ചൊറിഞ്ഞത് അനീഷിനെയാണ്. അനീഷിൻ്റെ അടുക്കുന്ന വായ നിറച്ച് കിട്ടിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ മിണ്ടിയിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും ബിൻസിയും അപ്പാനിയും തമ്മിൽ എന്താണ് പ്രശ്നം? അതായത് ഈ അപ്പാനി ആയാലും ബിൻസി ആയാലും എനിക്ക് തോന്നുന്നത് അതിൽ ബിൻസി എന്ന് പറയുന്നത് ഒരു നല്ല വ്യക്തിത്വത്തിനുടമയല്ല. അവരുടെ ഇന്നലെ മുതലുള്ള അവരുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, അതായത് എല്ലാവരും മറന്നുപോയ അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഇന്നലെ എടുത്തു പറഞ്ഞിട്ട് സ്വയം നാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതായത് നമ്മളൊക്കെ സ്വകാര്യമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് വിളിച്ചു കൂപ്പിയിട്ട് നാട്ടുകാരെയും കൂടി അറിയിക്കുന്ന ഒരു അവസ്ഥയില്ലേ, അത് തന്നെയാണ് ഇന്നലെ ബിൻസിയിൽ കണ്ടത് എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഒരാവശ്യവുമില്ല. ബെൻസിക്ക് മര്യാദയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീ എൻട്രി ആയി വന്ന് എല്ലാവരെയും കണ്ട് തൊഴുതിട്ട് അങ്ങ് പോയാലും മതി. അല്ലാതെ ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഇനി ഞാനൊരു ഗെയിം കളിക്കട്ടെ, ഇനി ഞാനൊന്ന് കളിക്കട്ടെ, ഇനി കളിച്ചാലെങ്കിലും ബിഗ് ബോസ് കപ്പ് തരുമോ എന്നുള്ള ഇതിൽ വന്നിട്ട് ഇവിടെ പല കോപ്രായങ്ങളും ഉണ്ടാക്കാൻ നോക്കി. ഏതായാലും നല്ല രീതിയിൽ നാണം കെട്ടിട്ട് തന്നെയാണ് ഇപ്പോഴും പുറത്തു പോകുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നല്ല രീതിയിൽ നാറിയിട്ടുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആരും പുണ്യാളത്തിമാരില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആകെയുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരേ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം, എനിക്ക് ആ കോമണറായ നമ്മുടെ അനീഷ് തന്നെയാണ്. ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പിന് വേണ്ടിയിട്ടും അതുപോലെ പണത്തിന് വേണ്ടിയിട്ടും സ്വന്തം കുടുംബങ്ങളെ പോലും വെറുതെ വിടാതെ സത്യങ്ങളിട്ട് നടക്കുന്ന ചില കൂതറകളെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് ഇതില്ലേ ഒരു കുറെ കൂതറകൾ, അങ്ങനെയുള്ള ഒരു ഇതാണ് എനിക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കാരണം അത്രയും തറയായിട്ടാണ് ചില ആൾക്കാരൊക്കെ അച്ഛനെ വിളിക്കുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായി പെരുമാറുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് കെട്ടിപ്പിടിക്കുമ്പോൾ എനിക്ക് എന്തോ ഇതുണ്ടെന്ന് പറയുക. അങ്ങനെ ഇതെന്തോ ഇതിൽ ആദിലയോട് പോയിട്ട് പറഞ്ഞിട്ട് ഇതെന്താ ആളെക്കൂട്ടാനുള്ള ഇതാണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് നമ്മുടെ ടീമിലേക്ക് ആളെ എടുക്കാം, നമുക്ക് അനുമോളെ കൂടി കിട്ടുമോ നോക്കാം എന്നുള്ള തരത്തിൽ നമ്മുടെ ടീമിലേക്ക് ആളെ എടുക്കാനുള്ള പ്ലാനിങ് ആണോ ഇവർ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഏതായാലും നമ്മൾ ലെസ്ബിയനായി, എന്നാൽ ശരി ഞാനെന്ന് അനുമോളുമായിട്ട് ക്രഷ് ഉണ്ടോ നോക്കട്ടെ എന്ന് സാരിക പറയുന്നത് പോലെ എനിക്ക് തോന്നി. അതായത് സാരികക്ക് കെട്ടിപ്പിടിക്കുമെന്തോ പ്രശ്നം ഉണ്ടാകുന്നതെന്ന്. ഇതൊക്കെ വന്ന് വിളിച്ചു പറയേണ്ട ഒരു വേദിയാണോ ഇത്? വല്ല വിവരോ ബോധവും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇവർ ചെയ്യോ? ഇവരുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഇവരൊക്കെ പറയുന്നുണ്ട് നമ്മളൊക്കെ സമൂഹത്തിലുള്ള വലിയ ആളാണ്, അല്ലെങ്കിൽ ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. എന്ത് യോഗ്യതയാണ് ഈ ശാരികക്കുള്ളത്? മറ്റുള്ളവർ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു യോഗ്യതയും ശാരികക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും ചീഞ്ഞളിഞ്ഞ മനസ്സുമായിട്ടാണ് അവർ നടക്കുന്നത്. അവരുടെ മനസ്സാണ് കാണേണ്ടത്. എന്താ വെച്ചാൽ അവരൊരിക്കലും എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസിൽ പോലും ഇവറ്റകൾ അടുപ്പിക്കാൻ കഴിയില്ല. അമ്മാതിരി എന്താ പറയേണ്ടത്, ചീഞ്ഞ മനസ്സുമായിട്ട് നടക്കുന്ന കുറേ ആൾക്കാർ, അത്രയേ പറയാനുള്ളൂ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ സന്തോഷകരമായിട്ട് ഒരാഴ്ച പോകേണ്ട ആൾക്കാർ മുഴുവൻ വന്നിട്ട് ഇതുപോലെ തമ്മിലിട്ട് പോകുന്നത് ആദ്യമായിട്ട് കാണുന്നതാണ്. ബിഗ് ബോസിന് ഇവറ്റകളെയൊന്നും കൊണ്ടുവരാതിരിക്കാമായിരുന്നു. അതായത് അവിടെയുള്ള മത്സരാർത്ഥികൾക്കൊക്കെ ഓരോ ഗെയിമും കൂടി കൊടുക്കുന്നതായിരുന്നു ഇതിലും നല്ലത്. ഇവിടെ വന്നിട്ട് എന്താ സംഭവിച്ചത് ഇപ്പോഴേ? അതായത് എല്ലാവരും മറന്നുപോയ സാധനം, പിന്നെന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരും കാണാത്ത സാധനം, ഇതൊക്കെ എടുത്ത് വെളിയിലിട്ടിട്ട് ഇന്നലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് അലക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിലേറ്റവും അറിയിരിക്കുന്നതുള്ള കാര്യം ഞാൻ പറയാം, ബിൻസി തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ മസ്താനിക്ക് കുറച്ചെങ്കിലും പ്രശ്നമുള്ളത് മസ്താനി പോസിറ്റീവായി. കാരണം മസ്താനിൻ്റെ ഒരു നല്ല സ്വഭാവം ഞാൻ പറയുന്നത്, മസ്താനി പറയേണ്ടത് മര്യാദയ്ക്ക് പറയും. അല്ലാതെ എന്ന് പറഞ്ഞാൽ അപ്പാനിയെ പോലെയും അപ്പനെ പോലെയും അപ്പപ്പാനി പോലെയൊന്നും അവിടെയും ഇവിടെയും കൊണ്ടുകൊടുത്ത് കൊത്തിക്കത്തില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പാനി പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇവിടെ അപ്പാനി അങ്ങനെയാണ്, അപ്പാനി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വരും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഇവിടെ ആരാണ് നല്ലവരുള്ളത്?
ഒരു നല്ലവരെ നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് കാണിച്ചു തരാൻ കഴിയുമോ? അതായത് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കോമണർ ആയതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ സെലിബ്രിറ്റികളുടെ പുഴുക്കുത്ത് അറിയാത്തത് കൊണ്ട് അയാൾ നല്ലവനായി, അത്രയേ ഉള്ളൂ. അയാൾക്ക് സെലിബ്രിറ്റികളുടെ പുഴുക്കുത്ത് അറിയില്ല. ഇവിടെ എല്ലാ സെലിബ്രിറ്റികളും നല്ലൊരു പുഴുക്കുത്തുകളായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അണിയുന്ന മേക്കപ്പും ഈ അത്തറിന്റെ മണവും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമില്ല ഇവറ്റകൾക്ക്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതുപോലൊരു ഷോയിൽ വന്നിട്ടും ഇമാതിരി ഇത് പറയണമെങ്കിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ചെങ്കിലും നെഗറ്റീവായി ഇറങ്ങി പോസിറ്റീവായിട്ട് വന്നത് ഈ ശരത്ത് അപ്പാനി എന്നോ പറയുന്നവനോട് എന്തോ പറഞ്ഞു എന്നോ കാണിച്ചു എന്നോ എന്തോ എന്ന് പറയുന്നത്, അതായത് മസ്താനിയോട് എല്ലാവർക്കുള്ള ദേഷ്യം ഈ ശരത്ത് അപ്പാനി എന്ന് പറയുന്നവൻ അത് അർഹിക്കുന്നത് തന്നെയാണ്. അവൻ ഇന്നലെ ആ ഒരു ബിൻസി എന്ന് പറയുന്നത് ചോദിക്കാൻ പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ മെല്ലെ അങ്ങ് കൈ കഴുകിയിട്ട് പോവുകയും ചെയ്തു. കാരണം ഇവനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ RJ ബിൻസി എന്തായി? എല്ലാവരുടെ മുന്നിലും നാണം കെട്ടു. ഇന്ന് മസ്താനിനെ പറഞ്ഞപ്പോൾ അവിടെയും നാണം കെട്ടു. ഇനിയും തേഞ്ഞൊട്ടാൻ ബാക്കി തന്നെയാണ് ഈ ബിൻസിയുടെ ജീവിതം എന്ന് ഞാൻ പറയുള്ളൂ. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ശരിയല്ലാത്ത, അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയോ ചെയ്യണമെന്ന് പറഞ്ഞ് ഇതുപോലൊരു എന്താ പറയുക ഇത്രയും ക്രൂരമായ മനസ്സോട് കൂടിയിട്ടാണ് ഈ ബിൻസിയൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ അവർക്ക് തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഒരു മാസം കാണിക്കാതെ ഒരു ഇതും കാണിക്കാതെ ഒന്ന് മിണ്ടുക കൂടി പോയി ചെയ്യാതെ ഇവർ ഔട്ടായി. ശരിയാണ്. അപ്പോഴെന്ന് പറഞ്ഞ അനുമോള് വിളിച്ചു പറഞ്ഞു പോലും നീ കാരണം ഒരു പെൺകൊച്ചു പോയി എന്ന്. അതെന്താണ് കാരണം എന്ന് പോലും ചോദിക്കാനുള്ള ഒരു ആംബിയർ ഇവന്മാർക്കില്ല. അതുപോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരോ പറയുന്നത് കേട്ടിട്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് പോലും ഇവന്മാർ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ സ്വയം തേഞ്ഞൊട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിൻ്റെ അകത്തേക്ക് വന്നത്. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ഗെയിമിന്റെ ഭാഗമായിട്ട് വന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പല ആൾക്കാർക്കും പല ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും ഇവിടെ ഈ വെള്ളത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവറ്റകളുടെ അവസ്ഥ കാണുമ്പോൾ നമുക്കെല്ലാം ദയനീയതയാണെന്ന് തോന്നുന്നത്. അതായത് നമുക്കും ഇപ്പോഴും ഇവറ്റകളോട് ദയനീയതയാന്ന് തോന്നുന്നത്. അതായത് ആരോട്? ഇപ്പോഴും ഇന്നലെ മുതൽ കയറി വരുന്ന കുറേ മത്സരാർത്ഥികളുടെ അവന്മാരോട് ഒരു അനുകമ്പയാണ് തോന്നുന്നത്. കാരണം ഇവരൊക്കെ ജീവിതം കൊണ്ട് ഇങ്ങനെയല്ലേ ആയിപ്പോയല്ലോ. ഇവരൊക്കെ എന്ന് പറഞ്ഞ ഒരു നല്ല നിലയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. വില കൂടിയ കാറുകൾ ഉണ്ടാകും, അതുപോലെ വില കൂടിയ ഡ്രസ്സുകൾ ഉണ്ടാകും. ഇവർ പറയുന്ന വില കൂടിയ മുത്തുമണികളായിരിക്കും. പക്ഷേ മര്യാദക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ, സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലെങ്കിൽ ഇവരുടെയൊക്കെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല എന്ന് ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും അനീഷിന് വോട്ട് കൊടുക്കുക, അനീഷ് വിജയിക്കട്ടെ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നുണ പറയുന്നതും സത്യം ചെയ്യുന്നതും ആണയിടുന്നതും അതുപോലെ തന്നെ ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നതും പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ തൊടുന്നതും ഇവിടെ തൊടുന്നതുമായിട്ടുള്ള ആൾക്കാർക്കല്ല ഇവിടെ വോട്ട് കൊടുക്കേണ്ടത്. ഇവിടെ അനീഷ് തന്നെയാണ് അതിന് യോഗ്യൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും നിങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക തന്നെ വേണം. ഇവറ്റകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മറുപടി കൊടുത്തിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.